5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ കൂരിയാട്, മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഉണ്ടായ ദേശീയപാത ദുരന്തത്തെക്കുറിച്ച് വലിയ ചർച്ച നടക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് എന്താണ്? അവിടെ ഹരിതപാത ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഒരു ചിന്ത ആരോ കടത്തിവിട്ടു. അങ്ങനെ ഹരിതപാത എന്ന് പറയുമ്പോൾ ചതുപ്പ് ഇതൊക്കെ അതുപോലെ നിലനിർത്തണം എന്നുള്ളൊരു ചിന്ത വന്നു. അത് ഒരു വലിയ അപകടമുണ്ടാക്കി. അതുപോലെ തന്നെ വയഡക്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കെട്ടണം. കോൺക്രീറ്റ് തൂണുകൾ കൊണ്ട് നിർമ്മിക്കുന്ന വയഡക്റ്റുകളിൽ നിന്ന് വേണം ഈ റോഡൊക്കെ നിർമ്മിച്ചു പോകാൻ. അപ്പോൾ വയഡക്റ്റ് നിർമ്മിക്കണമെങ്കിലുള്ള പ്രശ്നം എന്താണ്? കുറച്ച് പണച്ചെലവ് കൂടുതലാണ്. ഒരു 5 ഇരട്ടി വരെ ചെലവ് കൂടും. ഒരു സാധാരണ റോഡ് പണിയേക്കാൾ 5 ഇരട്ടിയെങ്കിലും വയഡക്റ്റ് പണിയുമ്പോൾ ഇത് കൂടും. സാധാരണ ചെയ്യുന്ന എന്താണ്? ഇപ്പൊ അവർ ചെയ്തത് എന്താണ്? കുന്നിടിച്ച് കൊണ്ടുവന്ന് അത് നിറച്ച് ഒരു സംരക്ഷണ ഭിത്തി പോലെ ചെയ്തിട്ടാണ് വയഡക്റ്റ് കെട്ടുന്നതിന് പകരം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രാമനാട്ടുകര മുതൽ വാളാഞ്ചേരി വരെയുള്ള 39.68 ഏകദേശം 40 കിലോമീറ്റർ ദൂരത്തേക്ക് 1945.06 കോടി രൂപയ്ക്കാണ് KNR കൺസ്ട്രക്ഷൻ നിർമ്മിക്കുന്നത് പോയത്. കിലോമീറ്റർ ചെലവ് ഒരു 48.84 കോടി രൂപ. പാടശേഖരങ്ങൾക്ക് ചതപ്പുള്ള നടുവിലൂടെ പാതയിൽ പോലും വയഡക്റ്റ് വേണ്ടെന്ന് വെച്ചു. കേരളരെ കൃത്യമായി പാടത്തൂടെയൊക്കെ കൃത്യമായി വയഡക്റ്റ് വേണം. വയഡക്റ്റ് വേണ്ടാന്ന് വെച്ചത് ചെലവ് കുറയ്ക്കാനായിട്ടുള്ള ഒരു പണിയായിരുന്നു. ഓരോ കിലോമീറ്ററിനും 65 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ പണിതത്. പക്ഷെ അതിന് 80,000 കോടി രൂപയുടെയെങ്കിലും ശരാശരി ചെലവ്, ചതുരശ്ര മീറ്ററിന് 80,000 രൂപയുടെയെങ്കിലും ചെലവ് വരും. അപ്പൊ വെള്ളക്കെട്ടിനനുസരിച്ച് പൈലിംഗ് വേണ്ടി വരുന്നതിനാൽ ചിലവ് വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സംരക്ഷണ ഭിത്തി മാത്രം കെട്ടിക്കഴിഞ്ഞാൽ, വയഡക്റ്റിന് പകരം കെട്ടിക്കഴിഞ്ഞാൽ ചെലവ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ചതുരശ്ര കിലോമീറ്ററിന് 80,000 ഒരു 20,000 കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറയ്ക്കണം എന്നുള്ള രീതിയാണ് അവർ സ്വീകരിച്ചത്. അതുപോലെ ഹരിതപാത എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അവർ ഈ ഉള്ളതൊക്കെ നിലനിർത്തണം. പക്ഷെ അത് എങ്ങനെ നിലനിർത്തണം? സംരക്ഷിച്ച് നിലനിർത്തണം, ബലപ്പെടുത്തി നിലനിർത്തണം എന്നത് മനസ്സിലാക്കാതെയുള്ള ചില പരിപാടികളും കൂടിയാണ് ഇതിനകത്ത് വന്നത്. അതുപോലെ മണ്ണിനടിയിൽ കൂടി വെള്ളം ഒഴുകാൻ തുടങ്ങി നന്നായിട്ട്. അതിനുള്ള ഡ്രെയിനേജ് സംവിധാനവും കൃത്യമായി ഒരുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ഒന്ന് ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ പോയി. വയഡക്റ്റ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചില്ല. പിന്നെ ചെയ്തത് ഹരിതപാത എന്നൊക്കെ പറഞ്ഞ് അതെന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഗ്രീൻ റോഡ് എന്ന് പറഞ്ഞപ്പോൾ അവരുദ്ദേശിച്ചത് പച്ചപ്പല്ല അതുപോലെ നിലനിർത്തി പോകുന്നതാണ്. അങ്ങനല്ല. ഗ്രീൻ റോഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമായ ബലമൊക്കെ കൊടുക്കുകയും വേണം, ഇവയൊക്കെ നിലനിർത്തുകയും വേണം. അല്ലാതെ ഒന്നിനും തൊടാതിരിക്കുന്ന രീതിയല്ല അതിനകത്തുള്ളത്. പക്ഷെ ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കൂരിയാട് സംഭവിച്ചത്. NH 66-ൽ 66 ഇടങ്ങളിലാണ് ഇതുപോലെ സംഭവിച്ചിരിക്കുന്നത്. ഈ പേരാരാണ് ഇട്ടതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നേരത്തെ പേരിട്ട ആൾ മനസ്സിലാക്കി കാണും ഭാവിയിൽ ഒരു 66 സ്ഥലങ്ങളിൽ ഇങ്ങനെ കുന്നിടിയുമെന്ന്. എന്തായാലും NH-ൽ 66 ഇടങ്ങളിൽ ഇടിഞ്ഞിട്ടുണ്ട്. നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് തീരേണ്ട പരിപാടി 1.5 വർഷം കൊണ്ടേ തീരുകയുള്ളൂ. അപ്പോഴൊരു സംശയമുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1.5 വർഷം കഴിഞ്ഞ് ഇനി അടുത്ത് LDF വരാതെയാണ് UDF ആണ് വരുന്നതെങ്കിൽ ആരായിരിക്കും പൊതുമരാമത്ത് മന്ത്രി? എന്തായാലും മരുമോനായിരിക്കില്ല. ആരായിരിക്കും റീൽസ് ഇടുന്നത്? അതറിയാനും നമുക്കൊരു കൗതുകമുണ്ട്. എന്തായാലും നമ്മുടെ മരുമോൻ ഇപ്പൊ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന റീൽസുകൾ എന്തായാലും പാഴ് പോകാനാണ് സാധ്യത. ആ റീൽസുകൾ നശിപ്പിച്ചു കളയുന്നതാണ് നല്ലത്.